വെച്ച് നിലവിളക്ക് വെച്ചത് എന്തിനാ? വെറുതെ ഇല്ല. പുത്തമ്പള്ളി ദർഗാ ഷരീഫ് നിങ്ങൾ ഒരു പുതിയ വണ്ടി എടുത്ത് ചെന്ന് നോക്കിയേ, വണ്ടി ജാറം മൂടുന്ന ഏർപ്പാടുണ്ട്. ഒരു വീലിന് 50 രൂപ, 4 വീലിനോ 200 രൂപ, ജാറം മൂടുന്ന ആൾക്കോ 100 രൂപ, ആകെ മൊത്തം ടോട്ടൽ 300 രൂപ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ടോ ഒരു പട്ടിന്റെ തുണി കൊടുത്തിട്ട് അത് ഷെയറിങ്ങിന്റെ മേലെ കെട്ടിവെക്കും. അയിലക്കാട് മക്കാമിലെ പെട്ടി, നിലവിളക്കും വലിയ പെട്ടി, പെട്ടിയുടെ മേലെ എഴുതി വെച്ചേക്ക ഹത്തമൊന്ന് 400 രൂപ, ഹാഫത്തം 200 രൂപ, യാസീനം 50 രൂപ. നമ്മൾ സാധാരണ ഹോട്ടലിൽ കയറിയാൽ മെനു കാണുന്ന പോലെ ചില്ലി ഇത്ര രൂപ, ഹാഫ് ചില്ലി ഇത്ര രൂപ എന്ന പോലെ ആരെ ഇതിനെ പഠിപ്പിച്ച് വെച്ച് പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള ആളുകൾ ആരാ അല്ലേ? അങ്ങ് തിരുവനന്തപുരത്ത് നാഗർകോവിൽ മുതൽ ഇങ്ങ് കാസർഗോഡ് അല്ലേ, ഇനിയും കാസർഗോഡ് മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. എന്താ ഈ ഖബറിന്റെ ഉള്ളിലുള്ളത് എന്ന് പോലും അറിയപ്പെടാത്ത അവസ്ഥയിലാണ് അല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് പോലും അറിയപ്പെടാത്ത ഒരുപാട് അവസ്ഥകളുണ്ട്. നമ്മൾ വെറുതെ പറയുന്നില്ല. എന്തെങ്കിലും ഒരു കറാമത്ത് കണ്ടാൽ ഇപ്പൊ നമ്മുടെ ഹുസൈൻ സലഫിയുടെ നാട്ടിലുണ്ട് പുലാമന്തോള് ഒരു മുഹമ്മദ് കോയ വലി അല്ലേ, അവിടെ കുത്രാത്തീബൊക്കെ സ്പെഷ്യൽ നടക്കുന്നുണ്ട്. മൗലാനായ മൗലാന കോയ പാപ്പ വലിയുള്ള മൗലാനായ മൗലാന മുഹമ്മദ് കോയ വലിയുള്ള പുള്ളിനൊക്കെ വിളിച്ചിട്ടപ്പോ പുത്തൻ ആധുനിക മോഡലാണ്. തീർന്നില്ല. അവിടെ കറാമത്ത് എന്തെന്നറിയോ? പുള്ളിയുടെ കറാമത്താണ് ഒരു മരം കണ്ട് മുറിക്കണ്ടെന്ന് പറഞ്ഞില്ലതാ. ഇന്നാലിന്ന മരത്തിലെ നോക്കി വെട്ടാൻ പാടില്ലെന്ന് മതോതി കാലശേഷം കൊടിമരത്തിൻ തൂണാണ് പുലാമന്തോള നാട്ടിനൊളിവായി വിളങ്ങിടും ശൈഖുന ഉസ്താദോർ മുഹമ്മദ് കോയ തങ്ങൾ കേറ്റം റഹ്മത്തേക പെരിയോനെ. ഒരു മരം കണ്ടിട്ട് പറയുന്നത് മുറിക്കണ്ട. പിന്നെന്തായി? അതിനെ ഇന്ന് കൊടിമരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ നിലക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അണ്ണന്മാരെ മൊത്തം വലിയാക്കേണ്ട സഹോദരന്മാരെ. ഇങ്ങനെ എത്രമാത്രം സംഭവങ്ങളാ. ഊരും പേരറിയാത്തതും ജനിച്ചത് എവിടെയെന്ന് അറിയാത്തതും ഭ്രാന്തന്മാരും തമിഴ്നാട്ടിൽ വന്ന ദാമോദരൻ അയ്യപ്പൻ എന്ന കുപ്പുസ്വാമി ഉൾപ്പെടെ ഓച്ചിറയിൽ മറമാടിയത് ഉൾപ്പെടെ വേങ്ങര കോയപ്പാപ്പ് മുതൽ CM മടവൂര് വരെയുള്ള ബുദ്ധിയില്ലാതിരുന്ന ആളുകളെ പോലും നമ്മൾ ഔലിയാക്കളെ കുറ്റം പറയില്ല. ഔലിയാക്കളൊക്കെ പക്ഷേ ഇത്തരം ആളുകളെ കൊണ്ടുവന്ന ഔലിയാക്കളാണെന്ന് വ്യാജേന കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളാരാ? ഖുർആന്റെ 18-ാമത്തെ ആയത്തിന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലടോ വറബത്തിന അലാ ഖുലൂബിഹിം ബിൽഖാമു ഫഖാലു റബ്ബനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലന്നതു മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അത് ഖുർആൻ പറഞ്ഞതാ. ഇന്ന് നിസ്കരിക്കാത്തവനും വലിയ നിസ്കരിക്കാത്തവര് വലിയ കൈ കാണിച്ചു കൊടുത്ത് കയ്യിൽ TV കണ്ടു ഹറമിൽ നിസ്കരിക്കുന്നത് അല്ലേ? വലിയ നമസ്കരിക്കണില്ല. ആളുകൾ മുഴുവനും പറയുന്നു എന്തേ ഈ വലിയ നമസ്കരിക്കാത്തത്? എന്നാൽ ഈ വിഡ്ഢികൾ അറിയുന്നില്ലേ ഇവൻ മക്കയിലാണ് നമസ്കരിച്ചത് എന്ന്? നമുക്ക് പറയാൻ എത്രയേ ഉള്ളൂ. ആ വലിയ അതിരാവിലെ തെങ്ങിന്റെ മേലെ വരിഞ്ഞു മുറുക്കി കെട്ടിയാൽ ഉച്ചാകുമ്പോ വലിയ പറയും വിശക്കണോ. അപ്പൊ എന്ത് പറയാ? അത് മക്കത്തെ വലിയ ഭക്ഷണം കഴിച്ചോട്ടെ, മുക്കത്തെ വലിയ ഇവിടെ കിടന്നാ മതിയും അല്ലേ? എങ്ങനെ ഉണ്ടാവും അല്ലേ? എന്റെ ഈ ഭക്ഷണ കാര്യത്തിന് 40 ശരീരമില്ലാത്ത നിങ്ങൾ ചിന്തിക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ ശ്രേഷ്ഠവരായ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായ മുർസലുകളിൽ ശ്രേഷ്ഠരായ ഉലുൽ അസ്മകളിൽപ്പെട്ട 1-ാമത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, ആയിഷ അവര് നമസ്കരിച്ചോ? ആയിഷ പ്രവാചകന്റെ അവസാനത്തെ നിമിഷങ്ങളാ. അവിടുന്ന് ആയിഷ ബീവി പറയുന്നു, ഇല്ല നബിയെ, അവരോട് നമസ്കരിക്കാനായി കൽപ്പിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ബോധം നഷ്ടപ്പെടുകയാ. അല്പനേരം കഴിഞ്ഞ് ബോധം വന്ന റസൂൽ വീണ്ടും ചോദിക്കുന്നു, ആയിഷ അവര് നമസ്കരിച്ചോ? ആയിഷ ഇല്ല നബിയെ എന്ന് പറയുമ്പോ അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ കൽപ്പിച്ചാലും അല്ലാഹുവിന്റെ റസൂല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെടുന്നു. 3-ാമതും ബോധം
വന്ന് റസൂല് ചോദിക്കുന്നു, ആയിഷ അവര് നമസ്കരിച്ചോ ആയിഷ? ഇല്ല നബിയെ എന്ന് പറയുമ്പോ രണ്ട് സഹാബാക്കളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് നടക്കാൻ കഴിയാതെ കാലുകൾ വലിച്ചിഴച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ നമസ്കരിക്കുമ്പോ റസൂലിനെ കൊണ്ടുപോയിടത്ത് രണ്ട് കരാലുകൾ അവിടെ കാണാമായിരുന്നു എന്ന് സഹാബാക്കൾ പറയുമ്പോ ആ റസൂല് പോലും പറഞ്ഞില്ലടോ എന്റെ മക്കത്തെ ശരീരം നമസ്കരിക്കുമെന്ന്. അത് ലോകത്തിന്റെ മുത്ത് നേതാവ് ഖൈറുൽ വറാ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. എന്നാൽ ഒരു പേരും അറിയാത്തവനെ കൊണ്ടുവന്ന് പാട്ട് പാടുന്നത് കറാമത്താണെന്ന് പറഞ്ഞിട്ട് ഇന്ന് അതും കറാമത്താ അല്ലെ? പാട്ട് പാടുന്നത്, പാട്ട് എഴുതാൻ കഴിയുന്നത് നിമിഷകവിയാണ് അല്ലെ? ഇങ്ങനൊക്കെ ഒരു കറാമത്ത് ആർക്കുണ്ടാവുക എന്നുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സംഭവങ്ങൾ ഇവിടെ തന്നെ വിശദീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണിയാപുരം മസ്താനിന്റെ കറാമത്ത് പറയാം. പുള്ളീനെ മസ്താനായിട്ട് ഒരു അംഗീകരിക്കാനുള്ള കാരണം എന്താ? പുള്ളിക്ക് നിമിഷകവിയാണ്, പെട്ടെന്ന് പാട്ട് എഴുതാനുള്ള കവിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി നമ്മൾ പറയാ. ആദ്യം അദ്ദേഹം ആ കറാമത്ത് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാം. കണിയാപുരം അബ്ദുർ റസാഖ് മസ്താൻ. മസ്താന്മാര് മലബാറിൽ കുറെ കഴിഞ്ഞിട്ടുണ്ട്. അബ്ദുർ റസാഖ് മസ്താൻ എന്തൊക്കെയാണ് റസൂലുള്ളാഹിനെ പറ്റി പാടിയത്? നിമിഷകവിയാണ്. എന്തൊക്കെയാണ് പാടിയത്? ഹജി അബ്ദുർ റസാഖിൻ വാക്കി കേള ജമാനി മുവട്ട് തട്ടും അങ്ങനെയാണ്. ലാമു മീമു നൂൻ മുവട്ട് തട്ടും അങ്ങനെയാണ്. ലാമു മീമു നൂൻ മുവഞ്ചറിഞ്ഞ് തഞ്ചലാകിലും അഭിമാനി യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാറു റബ്ബാനി അസ്റാറു റബ്ബാനി. അഞ്ചക്ഷരത്തിൽ ഉച്ചരിച്ച രക്ഷശിക്ഷയെ ആർക്കുണ്ടാക്കാൻ കഴിയും ഇങ്ങനൊക്കെ? എന്നിട്ടല്ലേ വഹാബികള് തൊള്ളോക്കേണ്ടി വരും. അല്ല, ഈ ഇങ്ങനത്തെ ഒരു മലയാള പാട്ടുകളെ പാടിയത്, അറബി വേറെ. അബ്ദുർ റസാഖ് മസ്താൻ വലിയ ആശിക്കാ. എന്തൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. വലിയ മഹാനാണ്, എത്ര കറാമത്തുള്ളവരാണ്. ആശിഖുർ റസൂലായിരുന്നു. പടച്ചോനെ, ഞാൻ ആലോചിച്ചു പോയി, ഈ പയന്മാരുടെ കയ്യിലെങ്ങാനും ഇമ്രുൽ കൈസിനെ കിട്ടിയാൽ ഏറ്റവും വലിയ മസ്താനാക്കില്ലേ? കാരണം അറബി ഭാഷയിൽ നല്ല സാഹിത്യം ഇന്നവരെ വെല്ലാൻ ഒരാൾ കടന്നു വന്നിട്ടില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രമാത്രം വലിയ അബദ്ധങ്ങളാ. മീമെട്ട് തട്ട് ലാമ് നട്ട് മീമിരുന്ന അവിടെയാണ് മൂപ്പരെന്ന് വരി പോയിട്ടുള്ളത് അല്ലേ? ഇതാണ് മൂപ്പര് സംഭവം വലിയ കാര്യമാക്കിയിട്ടെടുത്ത് കാണിക്കുന്നത്. ഇത്ര വലിയ ആശിക്കാണ് അവര്. എന്തൊക്കെ കറാമത്താ പറഞ്ഞുണ്ടാക്കുന്ന അറിയോ? നിങ്ങൾക്കറിയാലോ, ഭയങ്കര കോയപ്പാപ്പ മഴയില്ലാണ്ട് ആളുകൾ ചെന്നു, ഉടുതൊണ്ടി പൊക്കി മൂത്രിച്ചു, അതാ വരുന്നു തകർപ്പൻ മഴ. ഇതൊക്കെ ശുദ്ധ മലയാളത്തിൽ കറാമത്ത് എഴുതി വെച്ചതാ. അദ്ദേഹം രണ്ട് സാധിക്കാതെ ഭാഗ്യം, ഇല്ലെങ്കിൽ ആലിപ്പഴം പെയ്തിരുന്നേനെ. ഈ നിലക്കൊക്കെ കള്ളക്കറാമത്ത് പലമ്പി വെച്ചിട്ട് ഇതൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ അവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മസ്താന്റെ കറാമത്താണെങ്കിൽ മറ്റേ മസ്താന് പെണ്ണ് കെട്ടാനാണ് പൂതി. അങ്ങനെയുണ്ട് മസ്താന്, പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ. ഞാൻ പറഞ്ഞൊന്നല്ല, മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി പറഞ്ഞതാ. ഇത് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാനുള്ളത് കൊണ്ട് ഞാൻ പറയാ. ഇതിങ്ങനെ മസ്താന്മാരെ കറാമത്തുകളായി പണത്തിന് വേണ്ടി എന്തൊക്കെ ജനങ്ങളോട് പഠിപ്പിച്ചു. പാതിരാവാദുകളിൽ പറയുന്നത് ചത്ത നായിന്റെ ഭക്ഷണം അവിടെ നിന്ന് ആക്സിഡന്റ് കഴിഞ്ഞാൽ നായയുടെ ഭക്ഷണം എടുത്ത് കഴിക്കും, അത് പഴച്ചക്കനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചു പോയിരുന്ന ഈ സമൂഹം കറാമത്തിന്റെ പേരിൽ ഇപ്പൊ പാട്ടൊരു കറാമത്താണെങ്കിൽ ഇനി പെണ്ണ് കെട്ടാൻ മസ്താൻ ഔലിയനെ കുറിച്ചിട്ട് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി ലേലത്തിന്റെ മഹാനവർകൾ തന്നെ പറയട്ടെ. അതുകൂടെ നിങ്ങൾ കേൾക്കാം. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ഒരു മഹാനായ വലിയ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജനങ്ങൾ ഇട്ടിരുന്നത് പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ എന്നാണ്. പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ, വലിയുള്ളാഹി പെണ്ണ് കെട്ടാൻ പൂതി. ഇപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹത്തിന് വേദാങ്കലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പെണ്ണ് കെട്ടാൻ പൂതി ഉപ്പാപ്പ, മരണം ജനനം ഇത്ര. അദ്ദേഹത്തിന് ഈ പെണ്ണ് കെട്ടാൻ പൂതി എന്ന് പേരിടാൻ കാരണം അദ്ദേഹം നേരം വിളിച്ചൊരു വടിയെടുത്ത് പുറത്തിറങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ചെല്ലുന്നത്. നേരെ പോകുമ്പോ പറയുന്നത് പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. വല്ലാത്തൊരു പൂതിയാണല്ലോ അല്ലേ? അപ്പോ നിങ്ങൾ ആലോചിക്കും സഹോദരന്മാരെ,
ചിന്തിക്കണം നിങ്ങൾ. ഇതൊക്കെയാ വലിയ കറാമത്തായി കൊണ്ടിടക്കണം. ദിക്റൊന്നും ചെല്ലില്ല. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്, ഇതാ മൂപ്പരുടെ ദിക്റ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമ്മൾ ഇത് ഉദ്ധരിക്കുന്നത് വെച്ചാൽ ഇവരാരെയും കൊച്ചാക്കാൻ വേണ്ടി പറയല്ല അല്ലേ? ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ